ഹലോ ഗെയ്സ്, ഇതാ ഞാനൊരു ചെറിയ വീഡിയോസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ കർക്കിടക വാവല്ലേ, അപ്പോൾ മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ചെറിയൊരു വീഡിയോ ക്ലിപ്സ് കിട്ടി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. നമ്മൾ എല്ലാവരും ഒരു വെറുപ്പോടു കൂടിയാണ് കാക്ക എന്ന പക്ഷിയെ കണ്ടുവരുന്നത് അല്ലേ. എന്നിട്ടും പിതൃബലിയിൽ കാക്ക എങ്ങനെയാണ് കേന്ദ്രസ്ഥാനത്ത് എത്തിയത്, അതിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ബ്രഹ്മാവിൽ നിന്ന് പ്രത്യേകം വരം ലഭിച്ച മഹിരാവണൻ തൻ്റെ കഴിവ് ഉപയോഗിച്ച് യമധർമ്മനെ വധിക്കാൻ ശ്രമിക്കുന്നു. യമധർമ്മനുമേൽ യുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയ മഹിരാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് യമധർമ്മന് ബോധ്യമാവുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി കാക്കയായി മാറി യമധർമ്മൻ രക്ഷപ്പെടുന്നു. താൻ രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായി കാക്കയെ യമധർമ്മൻ സ്വീകരിക്കുകയും ബലിച്ചോറ് കഴിക്കുവാനുള്ള അവകാശം കാക്കയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് കാക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം കേട്ടോ. നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളെ അടുത്ത അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷ്ണു ക്ഷേത്രം. നമ്മളിവിടെ നീലഗിരി കൂടല്ലൂരല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് ബലിതർപ്പണം ചെയ്യാനായിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രം ഇവിടെ പുത്തൂർ വയലിലുള്ള ഒരു അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയിട്ട് ബലി വെക്കാറുള്ളത്. നമുക്ക് കുറച്ച് തിരുനെല്ലി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ലോങ് ആണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ തിരുനെല്ലിയിലൊക്കെ ആണ് പോയി ഇടാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം നമുക്ക് നല്ല സൗകര്യത്തോടു കൂടി ബലിതർപ്പണം ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോസ്